ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ലോകത്തിൽ ഏതു സാധനം വാങ്ങണമെങ്കിലും അതിന് വില കൊടുക്കണം. വിലയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മൾ വാങ്ങുന്ന സാധനത്തിനും അതിന് ഗുണനിലവാരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, വിശ്വാസത്തിൻ്റെ വില എത്രമാത്രം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, അതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന മറുപടിക്കും വലിപ്പച്ചെറുപ്പമുണ്ടാകും, ഏറ്റക്കുറച്ചിലുണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കട്ടെ. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ നടന്നിട്ടുള്ള അനവധി അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ വായിച്ച വാക്യം. 4 ആൾ ചുമന്ന് ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നെന്നും ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് 2 കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, അവൻ പാപി ആയിരുന്നതുകൊണ്ട് അവൻ രോഗിയായി തീർന്നു, അവന് സൗഖ്യമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യം കർത്താവ് അവൻ്റെ പാപങ്ങൾ മോചിച്ചു കൊടുത്തു. രണ്ടാമത്, വളരെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, അവന് ചുമന്നുകൊണ്ടുവന്ന 4 ആൾ, അവരുടെ വിശ്വാസമാണ് യേശു കണ്ടത്. സത്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് വിശ്വാസം? തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയാം. എന്നാൽ പിന്നെ എങ്ങനെയാണ് യേശു അവരുടെ വിശ്വാസം കണ്ടത്? യേശു വിശ്വാസം കണ്ടത് മറ്റൊരു നിലയിലല്ല, മറിച്ച് അവരുടെ വിശ്വാസം എന്നത് വെറും വാക്കുകളായിരുന്നില്ല, പ്രവൃത്തിയിലൂടെ തന്നെ അവർ വെളിപ്പെടുത്തി. പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും. എന്നാൽ പ്രതിബന്ധങ്ങളെ കണ്ട് അതിൻ്റെ മുമ്പിൽ തലകുനിക്കാതെ അതിനെ അതിലംഘിച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുവാനാണ് വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്നത്. പക്ഷപാതക്കാരനായ ഈ മനുഷ്യനെ 4 ആൾ ചുമന്ന് യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചത് നമ്മൾ ഈ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ അത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പ് വെളിപ്പെടുത്തിയ രംഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും പതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും 4 പേർ ചേർന്നാകുമ്പോൾ. കാരണം ഈ 4 പേരുടെ അഭിപ്രായങ്ങൾ ഒന്നായി വരണമെങ്കിൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഈ 4 പേരുടെയും വിശ്വാസം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു, അതായത് ക്രിസ്തുവേശുവിൽ തന്നെ കേന്ദ്രീകരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഏതെങ്കിലും വിധത്തിൽ ഈ ആളിനെ എത്തിച്ചാൽ ഇയാൾക്ക് സൗഖ്യമുണ്ടാകുമെന്ന ഒരു വിശ്വാസം അവരുടെ 4 പേരുടെയും ഹൃദയത്തിൽ ഒരുപോലെ വളർന്ന് പാകപ്പെട്ടു എന്നതാണ് സത്യം. വളരെ ബന്ധപ്പെട്ടായിരിക്കുമല്ലോ അവർ 4 ആൾ ചേർന്ന് ഈ മനുഷ്യനെ ചുമന്ന് യേശു ഇരിക്കുന്ന ഇടത്ത് വരെ കൊണ്ടുവന്നത്. എന്നാൽ അവിടെ വന്നപ്പോഴാണ് അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. യേശുവിൻ്റെ മുമ്പിൽ ഈ മനുഷ്യനെ എത്തിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം യേശു കർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ നിറച്ചും നിബിഡമായി ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ആ മനുഷ്യനെ എത്തിക്കാൻ അവർക്ക് യാതൊരു വഴിയുമില്ല. എന്നാൽ അവരൊരു കാര്യം ചിന്തിച്ചു, ആ വീടിൻ്റെ മേൽപ്പുര തുറന്ന് ഈ മനുഷ്യനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വയ്ക്കാൻ. അതായത് അവരുടെ വിശ്വാസം പ്രവൃത്തിയായി വളർന്നു. അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന് തന്നെയല്ലേ. വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവർ പിന്മാറിയില്ല. വീട്ടിൽ ഇടമില്ല എന്ന് വിചാരിച്ചും അവർ പുറകോട്ടു പോയില്ല. ഇനി പരിശ്രമിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോകാമായിരുന്നു. നമ്മെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്തു, പക്ഷെ ഇനി എന്ത് ചെയ്യാനാ, നിസ്സഹായരാണ് നമ്മൾ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വാസ്തവത്തിൽ ഉണ്ടായത് ഇത് ദൈവഹിതമല്ലായിരിക്കും. ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തളർന്നു കിടക്കാനായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ദൈവഹിതമല്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. ശരിയായ വാക്കുപയോഗിച്ചാൽ അതിസാഹസികമായിട്ടാണ് അവർ ഈ മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചത്. പക്ഷപാതക്കാരൻ സൗഖ്യമായി എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. എന്നാൽ അതിന് പിന്നിൽ നടന്ന സംഭവമാണ് അതിനേക്കാൾ അത്ഭുതം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ഏത് മതിലും ഏത് പ്രതിസന്ധിയും ചാടിക്കടക്കത്തക്ക വിശ്വാസം ഇവർ ആർജിച്ചത് കൊണ്ട് ആണ് ഇവർക്ക് കർത്താവിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ എത്തിക്കാൻ കഴിഞ്ഞത്.
ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം വ്യക്തിപരമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളിന്ന് ജീവിതത്തിൽ ദീർഘനാളുകളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ഭാരങ്ങളുണ്ട്, ചുമന്നുകൊണ്ട് നടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, ഇത്രയും നാൾ ഉപവസിച്ചിട്ടും പ്രയോജനമില്ല, ഇനി ഇത് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്താൻ വരട്ടെ. മരിച്ച് 4 ദിവസമായ മനുഷ്യനെ, ലാസറിനെ ഉയർപ്പിക്കാൻ കഴിഞ്ഞ കർത്താവാണ് നമ്മുടെ കർത്താവെന്ന് മറക്കരുത്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വിശ്വാസത്തോടെ മുന്നേറുവാൻ, ദൈവിക വിടുതൽ കണ്ടെത്തും വരെ പ്രാർത്ഥിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.